ഇന്നലെ സ്വിറ്റ്സർലാൻഡിൽ നടന്നിട്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ചർച്ച, ഇറാനും യു എസും 80 മിനിറ്റ് നീണ്ട ചർച്ച എന്തെങ്കിലും ആയോ? ഒന്നും ആയിട്ടില്ല. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്തൊരു ചർച്ച. അതല്ലെങ്കിൽ ചർച്ചയുടെ ഇടയിൽ അല്ലെങ്കിൽ ചർച്ച ഇരിക്കുന്ന സമയത്ത് ട്രംപ് എന്ന പ്രാന്തൻ്റെ വാക്കുകളാൽ ആ ഒരു ചർച്ച ഇവിടെ എത്താത്ത രീതിയിലോട്ട് മുന്നോട്ട് പോയ ചർച്ച. അതാണ് ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ചർച്ച തുടങ്ങി, ചില ഡീലുകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങി. ചർച്ച തുടങ്ങിയ സമയം മുതൽ അങ്ങ് അമേരിക്കയിലിരുന്ന് പ്രാന്തനായിട്ടുള്ള ചെന്നിമുത്ത കിളവൻ ചെയ്തുകൊണ്ടിരുന്ന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ചയിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോളാം, അതല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് തിരിച്ച് ഞങ്ങൾ ചമ്പലാക്കി കളയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ഒരു പ്രസ്താവന. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പറഞ്ഞത് കേട്ട് ചർച്ചയിൽ വേഗം സൈൻ ചെയ്തോ, ഹോർമോസ് എത്രയും പെട്ടെന്ന് തുറന്നോ, അതല്ലെങ്കിൽ ഇവിടെ സ്വിറ്റ്സർലാൻഡിലോട്ട് വന്ന ഇറാനിയൻ ഡെലിഗേറ്റ്സിനെ പോലും തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പിടുങ്ങ് വിറയ്ക്കാൻ ഇത് GCC കൺട്രീസിലെ ഷെയ്ഖുമാരൊന്നും ആയിരുന്നില്ല. അവിടെ വന്നത് ഇറാൻ്റെ ഡെലിഗേറ്റ്സ് ആയിരുന്നു. അവർ ചർച്ച അങ്ങ് ഇറങ്ങിപ്പോയി. ആദ്യം നിങ്ങൾ നിൻ്റെ കാര്യം തീരുമാനിക്കുക, അതല്ലെങ്കിൽ ആദ്യം നീ നിൻ്റെ വാ അടക്കി. സത്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇറാൻ്റെ പ്രതിനിധികൾ പറഞ്ഞത്, ആദ്യം ട്രംപിൻ്റെ വാ അടയ്ക്കട്ടെ, ബുദ്ധിസ്ഥിരതയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെയായിരുന്നു ആദ്യത്തെ ചർച്ചയുടെ ഘട്ടങ്ങൾ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംഭാഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ട് നമുക്ക് സംസാരിക്കാം, അതല്ലെങ്കിൽ ഇന്ന് തന്നെ പല റൗണ്ടുകൾ വെച്ച് തീർക്കാമെന്ന് വിചാരിച്ച ചർച്ച എവിടെ എത്താണ്ട് അങ്ങ് പിരിഞ്ഞു പോയതാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ പ്രതിനിധികൾ മാക്സിമം അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാത്തരം എഫേർട്ടുകൾ എടുത്തു നോക്കി. പക്ഷേ ട്രംപ് എന്ന ഒരു മുഴുപ്രാന്തൻ അപ്പുറത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ട്രംപ് എന്ന മുഴുപ്രാന്തൻ്റെ കാമകേളികൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ടേപ്പായിട്ടിരിക്കുന്നിടത്തോളം കാലം ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ട്രംപിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ആപ്പിൽ പെട്ടുകിടക്കുന്ന അവസ്ഥ, അതുതന്നെ കുരങ്ങൻ്റെ വാല് പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ് ട്രംപ് എന്ന ആ മഹാകള്ളൻ ഇപ്പോൾ ഉള്ളത്. അതാണ് ഇന്നലത്തെ ചർച്ചയുടെ ആദ്യഘട്ടമായിട്ട് പറയാനുള്ളത്. അതേ സ്ഥാനത്ത് ഇന്നലെ ഇസ്രായേലിൽ നടന്നിട്ടുള്ള 1-2 പ്രോഗ്രാമുകളിൽ നെതന്യാഹു വീണ്ടും ട്രംപിനെയും പ്രസിഡന്റ്, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റിനെയും ഈ രാജ്യത്തെയും ഇറാനെയും ഗസയെയും മറ്റെല്ലാ രാജ്യങ്ങളെയും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വട അടിക്കട ഞങ്ങൾ അടിച്ചത് കണ്ടിടാ, ഞങ്ങൾ അടിക്കട ഇനിയൊന്നും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചയിലെ ഹോർമോസ് കടലിടുക്കിൻ്റെ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയായിരുന്നു ട്രംപിന് ഏറ്റവും ടെൻഷൻ. കാരണം ട്രംപിൻ്റെ ബിസിനസ് വരെ മൂക്ക് കുത്തി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മൊത്തം സമ്പദ് വ്യവസ്ഥ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഈവൻ ഇന്ത്യ പോലും, നമ്മുടെ രാജ്യം പോലും അങ്ങ് മുട്ടുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഹോർമോസിൻ്റെ പ്രതിസന്ധി ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇറാൻ അറിയാം എവിടെയാണ് പിടിക്കേണ്ടത്. യഥാർത്ഥ ന്യൂക്ലിയർ ബോംബ് ഹോർമോസ് ആണെന്നുള്ള വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലെബനോനിലോട്ടുള്ള ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇല്ലാണ്ട് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് പിടിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇറാൻ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇത്രയും പെട്ടെന്ന് സ്വിറ്റ്സർലാൻഡിലോട്ട് ഇത്തരത്തിലുള്ള ചർച്ച വന്നത് തന്നെ. ഇന്നലത്തെ ചർച്ചയിൽ 80 മിനിറ്റാണ് ആദ്യ ചർച്ച നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഹോർമോസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിലും ലെബനൻ ഹിസ്ബുള്ളക്ക് നൽകുന്ന പിന്തുണയിലും പ്രകോപിതനായിട്ടുള്ള ട്രംപിൻ്റെ ഇറാൻ്റെ നേരെയുള്ള കടുത്ത ഭാഷയിലുള്ള ഭീഷണിയായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ US കടലിടുക്കിൻ്റെ നിയന്ത്രണം, അതായത് ഹോർമോസിൻ്റെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്നും എണ്ണയുടെ 20%, ഇറാൻ്റെ എണ്ണയുടെ 20% കൈക്കലാക്കുമെന്നും കൂടെ നമ്മുടെ US പ്രസിഡന്റ് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ലെബനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. കാരണം ഞങ്ങൾ ഇസ്രായേലിൻ്റെ കാല് പിടിച്ചു നോക്കി, അവന്മാരെ കേൾക്കുന്നില്ല, അപ്പോൾ ഇനി നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതായിരുന്നു സിമ്പിളായിട്ട് ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ച് ലെബനിലെ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാതെ ഒരു അന്തിമ കരാറും ഇനി മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ അറിയിച്ചു. അത് ഇറാൻ്റെ വക്താക്കൾ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ്റെ പെഷഷ്കിയൻ ഇതേ സമയത്ത് അപ്പുറത്തിരുന്ന് വേറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ട്രംപിൻ്റെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ്റെ ചീഫ് ഓഫ് നെക്കോ, അതായത് ഗാലിബാഫ്, ഇന്നലെ ട്രംപിൻ്റെ വാക്കുകൾക്കുള്ള വ്യക്തമായിട്ടുള്ള മറുപടി സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പറയുന്ന വാക്കുകളും പറയുന്ന കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെലച്ചോളുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് സാഹചര്യത്തെ നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഇവിടെ ബോംബിട്ടാലും അവിടെ ബോംബിട്ടാലും തിരിച്ച് എവിടെയൊക്കെ ബോംബിടണം എന്നുള്ളത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതിനുള്ള റിപ്ലൈ. ഇപ്പോൾ ഇറാൻ്റെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഈ അതായത് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 13-ാം ആർട്ടിക്കിൾ ക്ലോസിലാണ്. ഇപ്പം മൊത്തം 14 ക്ലോസിൽ 13-ാം ക്ലോസിൽ ചില പ്രത്യേക വകുപ്പുകളാണ് ഇന്ന് ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും സ്ഥിരമായിട്ടുള്ള ആയുധം
അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് അവസാനിപ്പിക്കണം, US-ൻ്റെ നാവിക ഉപരോധങ്ങൾ നീക്കുക, ഹോർമോസിൻ്റെ കടലിടുക്കിൻ്റെ സുരക്ഷിതത്വം, ടോൾ രഹിതവുമായിട്ടുള്ള ഗതാഗതം, അതുമാത്രമല്ല ഇറാൻ്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം, മരവിപ്പിച്ചിട്ടുള്ള ഇറാൻ്റെ ആസ്തികൾ വിട്ടുതള്ളുക. ഇതായത് ചർച്ച ചെയ്യാൻ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ചർച്ചകളിലോട്ടും ഈ ഒരു ഈ ഒരു ടോക്ക് ഇന്നലെ എത്തിയില്ല. അതിനു മുമ്പ് തന്നെ ട്രംപ് ഇടങ്കോലിട്ടിട്ടുണ്ട്. ട്രംപിന് അവിടെ ഇസ്രായേലിൻ്റെ ഇടങ്കോല് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നലത്തെ ചർച്ചയുടെ ഒരു മൊത്തം രൂപം എന്ന് പറഞ്ഞത്. ഇതേ സ്ഥാനത്ത് ഇനി പറയാനുള്ളത്, ഇസ്രായേൽ ഇന്നലെ നടന്നൊരു പ്രോഗ്രാമുണ്ട്. അതായത് ഇസ്രായേൽ ഇന്നലെ നടന്ന JNS ഇൻ്റർനാഷണൽ പോളിസി സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നെതന്യാഹു ഇന്നലെ വന്ന് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നടക്കുന്ന സമയത്താട്ടോ അപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് കുറേ വർഷങ്ങളായിട്ട് 4 years പീപ്പിൾ ടോൾഡ് us you cannot attack the soil of Iran. അതായത് കാലങ്ങളായിട്ട് ഞങ്ങളോട് ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ മൊസാദിൻ്റെ ഓപ്പറേഷൻ, അതായത് ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഈ ചാരപ്രവർത്തികൾ ഞങ്ങൾ നൈസായിട്ട് ചെയ്തു. പെണ്ണിനെ കൂട്ടിക്കൊടുത്തും കുട്ടികളെ കൂട്ടിക്കൊടുത്തും അങ്ങനെ കൂട്ടിക്കൊടുത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് മൊസാദിനെ വെച്ച് ഞങ്ങൾ ചെയ്യിപ്പിക്കാറ്. അത് ഞങ്ങൾ ഇറാനിൽ നല്ല വ്യക്തമായിട്ട് ചെയ്തു. അവിടെ ഞങ്ങൾ പരസ്പരം ഇവന്മാരെ കൊണ്ട് അടുപ്പിക്കാൻ ട്രൈ ചെയ്തു. റജീം ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന്. അതായത് ഒരു ഭീരു, അതായത് ഞങ്ങളെ കൊണ്ട് നേരിട്ടടിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം കുറച്ച് ചാരന്മാരെ അയച്ചു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി. ആ ചാൻസിൽ ഞങ്ങൾ കയറി അടിച്ചു. അതായത് ഞാനൊരു ഒരു ശിഖണ്ഡിയാണ്, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, അതായത് ഇറാനിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു മിലിറ്ററി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അതായത് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞങ്ങളോട് ആളുകൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ അതിന് പകരം ഞങ്ങൾ അങ്ങോട്ട് പൈലറ്റ്സിനെ അയച്ചു. അതായത് ഞങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിന് മുന്നിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് യുദ്ധം കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഫൈറ്റർ ജെറ്റുകൾ അടിച്ച് അല്ലെങ്കിൽ അയച്ച് ഞങ്ങൾ അവിടെ ആളുകളെ കൊന്നൊടുക്കി. ഇതായിരുന്നു ഒരു പ്രസ്താവന. പിന്നെ അടുത്ത ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് അതായത് സെക്യൂരിറ്റി സോൺ ഗസയിൽ വി എസ്റ്റാബ്ലിഷ്ഡ് എ സെക്യൂരിറ്റി സോൺ ഓൺ ഗസ, വി എസ്റ്റാബ്ലിഷ്ഡ് എ സെക്യൂരിറ്റി സോൺ ഓൺ സിറിയ ആൻഡ് വി എസ്റ്റാബ്ലിഷ് എ സെക്യൂരിറ്റി സോൺ ഇൻ ലബനോൺ ആൻഡ് വി ഷാൽ കീപ്പ് ഇറ്റ് ലോങ് ആസ് നെസസറി. അതായത് ഞങ്ങൾക്ക് തോന്നുന്ന ഈ സ്ഥലങ്ങളിൽ, അതായത് ഗസയിലും സിറിയയിലും അതുപോലെ തന്നെ ലബനോനിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിച്ച് ഞങ്ങൾ അവിടെ സോണുകൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് തോന്നുന്ന കാലം ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രസ്താവന പറഞ്ഞിരുന്നത്, അമേരിക്കക്കാരോട് ഇതിലൊന്നും ഇടപെടേണ്ട, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ട്രംപ് അല്ല ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ജനങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു പ്രസ്താവനയും കൂടി ഇന്നലെ നെതന്യാഹു ഇതേ സമയത്ത് പറഞ്ഞു. അതേ സമയത്ത് അപ്പുറത്ത് ബെൻകുര്യൻ്റെ ഒരു പ്രോഗ്രാമിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഏറ്റവും വലിയ ചെകുത്താന്മാരുടെ ചിന്താഗതിയുള്ള ആളുകൾ, അതായത് ലബനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കളിക്കുന്ന ഗ്രൗണ്ട്, ഞങ്ങൾക്ക് ബോംബിട്ട് കളിക്കാനുള്ള സ്ഥലം മാത്രമാണ്. അതുകൊണ്ട് അത് എപ്പോഴും ലബനോൻ ഞങ്ങളുടെ ടാർഗറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഇതാണ് അപ്പം ഞങ്ങൾ ഈ രീതിയിലുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത്, വിത്ത് ഓൾ ഹിസ് ലവ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ട്രംപ് വിൽ നോട്ട് ഹാവ് ടു ആൻസർ ടു ദ റെസിഡൻറ്റ് ഓർ ദ പബ്ലിക്. അതായത് ട്രംപ് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോടും അല്ലെങ്കിൽ പബ്ലിക്കിനോടും ഒരു ആൻസറും പറയേണ്ട. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് അതിന് ആൻസർ പറയേണ്ടത്. ഈവൻ എൻ്റെ മകൻ പോലും ഇപ്പം ലബനോനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെർഫോർ ഐ സേ ദർ ഇസ് എ റെഡ് ലൈൻ. അതായത് ട്രംപോ അല്ലെങ്കിൽ ഈ പറഞ്ഞ, അതായത് തുറന്നങ്ങ് അടിക്കുകയാണ് ട്രംപിനെ ഒന്നുമല്ലാത്ത രീതിയിൽ, അമേരിക്കൻ ഒന്നുമല്ലാത്ത രീതിയിൽ. ഇപ്പുറത്ത് ട്രംപാണെങ്കിലോ ഭ്രാന്ത് മൂത്തിട്ട് ഇപ്പുറത്ത് ഇറാൻ ഞങ്ങളിപ്പോൾ കൊല്ലും, ഇറാൻ്റെ ഡെലിഗേറ്റ്സ് ഞങ്ങളെ കൊല്ലും. അപ്പോൾ വളരെ വ്യക്തമാണ് ആരാണ് അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്നത്, ട്രംപിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇസ്രായേൽ ഏത് രീതിയിലാണ് ട്രംപിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത രീതിയിലുള്ള അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ഇനി വരുന്ന ഒക്ടോബറിൽ വരുന്ന ആ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നെതന്യാഹു അവിടുന്ന് കംപ്ലീറ്റ്ലി മാറും. അതിനുശേഷം പ്രതിപക്ഷത്ത് ഇപ്പം ഇരിക്കുന്ന ആളുകൾ അവിടെ പ്രധാനമന്ത്രിമാരായിട്ട് വരും. അവരെ പിടിച്ചിട്ടുള്ള കളികളാണ് ഇപ്പം അമേരിക്ക പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് തന്നെ JD വാൻസ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1-2 പേര്, അതായത് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ JD വാൻസിനോട് ചോദിക്കുന്നുണ്ട്, ഈ ജനോസൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലെന്ന് ചോദിക്കുമ്പം ഇസ്രായേലിന് വേണ്ട താക്കീതുകളും അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും എന്നുള്ള രീതിയിലുള്ള വാണിങ്ങുകൾ JD വാൻസിൻ്റെ സൈഡിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നലെ നടന്നിട്ടുള്ള അവിടുത്തെ ഇന്നലത്തെ രാത്രികളിൽ നടന്നിട്ടുള്ള ഇസ്രായേലിലെ പ്രസ്താവനകളും ഇറാൻ്റെ പ്രസ്താവനകളും അമേരിക്കയുടെ പ്രസ്താവനകളും ഡീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നോക്കാം ഇനി എന്താകും, ഏത് രീതിയിലോട്ടാണ് ഈ ഡീല് പോകുക, അത് മുന്നോട്ട് പോകുമോ, അത് ഇവിടെ തന്നെ ഒട്ടക്കി അടിച്ച് പിരിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ബൈ.